സദൃശ്യവാക്യങ്ങൾ 19 അധ്യായം 23 വാക്യം. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ദൈവഭയം ജീവനിലേക്ക് മേയിക്കുന്നു എന്ന ആശയം ഈ വാക്യത്തിൽ കാണുമ്പോൾ ദൈവഭക്തി നിമിത്തമുണ്ടാകുന്ന ഒട്ടനവധി പ്രയോജനങ്ങളെക്കുറിച്ച് ബൈബിളിൽ കാണുന്നതിനോട് ഇതുകൂടെ ചേർക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ കാണുന്നത് ഉദാഹരണമാണ്. യഹോവ ഭക്തി ജീവൻ നൽകുന്നു എന്ന് പറയാതെ ജീവനിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നതിനാൽ കേവലം ഭയം മാത്രം പോരാ, ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങൾ അതിനൊത്തായിരിക്കണം എന്ന് പറയാതെ പറയുന്നു. എന്നാൽ അതിലേക്ക് നയിക്കുന്ന ഇന്ധനമെന്നോ ആരംഭമെന്നോ ഒക്കെ ദൈവഭക്തിയെ മനസ്സിലാക്കാം. ജീവൻ എവിടെയെന്ന് അലഞ്ഞ് നടന്ന് അത് കണ്ടെത്താതെ മരണത്തിലേക്ക് പോയവരുണ്ട്. ഇന്നും അത്തരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരെയും കണ്ടെത്താനാകും. ചിലരാകട്ടെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഉദാസീന ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അതില്ലെങ്കിൽ ലോകത്തിലെ ജീവിത സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇവയെല്ലാം തികച്ചും അപകടവും അർത്ഥശൂന്യവുമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് ജീവമാർഗം കാണിച്ചു കൊടുക്കും. ജീവനിലേക്ക് വളരാൻ ദൈവം അവരെ നയിക്കും. ആകയാൽ ദൈവഭക്തിയും അതെത്തിക്കുന്ന ജീവനും ഉള്ളവർ തൃപ്തരുമായിരിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നതിനാലാണ് അവർ തൃപ്തരാകുന്നത്. മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും നേടാനുള്ള ആഗ്രഹം അവസാനിക്കുകയില്ല. ആകയാൽ മറ്റൊന്നിനും സംതൃപ്തി തരാൻ കഴിയുകയില്ല. യഥാർത്ഥ ജീവനെ കണ്ടെത്തുന്നവർ അനർത്ഥമോർത്ത് ഭയപ്പെടില്ല. കാരണം ജീവൻ കണ്ടെത്തിയാൽ അത് ദൈവത്തിൽ ഭദ്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ ദോഷപ്പെടുത്താൻ ഒരു അനർത്ഥത്തിനും തിന്മയ്ക്കും സാധ്യമല്ല. പിശാച് വരുത്തുന്ന ഏതു തിന്മയിലും അവർ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുകയും അതിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുകയും ചെയ്യും. ജീവനിലേക്ക് നയിക്കുന്ന, ജീവനിൽ വളരാൻ കാരണമായ യഥാർത്ഥ സംതൃപ്തി നൽകുന്ന ദൈവഭക്തി വർദ്ധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.